ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യ എപ്പിസോഡുകളുടെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാം. 1627 അന്നത്തെ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന് നല്ല പ്രായമുണ്ട്. അവശനാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ലാഹോറിലെത്തണമെന്ന് ഒരു ആഗ്രഹം. അങ്ങനെയാണ് കാശ്മീർ വഴി അദ്ദേഹം ലാഹോറിലേക്ക് പുറപ്പെടുന്നത്. ഒപ്പം ഭാര്യയായ നൂർജഹാനുമുണ്ട്. നൂർജഹാൻ്റെ മരുമകനും ജഹാംഗീറിൻ്റെ മകനുമായ ഷഹരിയാറുമുണ്ട്. ആ യാത്രക്കിടയിൽ ജഹാംഗീർ മരണമടഞ്ഞു. പക്ഷേ ആ മരണവാർത്ത ആരെ അറിയിക്കുന്നില്ല. കാരണം അറിയിക്കാൻ പറ്റില്ല. അവരിപ്പോൾ ആഗ്രയിൽ നിന്നും ഒരുപാട് അകലെയാണ്. ആഗ്രയുടെ പരിസര പ്രദേശത്ത് എവിടെയോ ജഹാംഗീറിൻ്റെ മൂത്ത മകനായ ഖുറമുണ്ട്. ഖുറം ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ രാജ്യഭരണം ഏറ്റെടുക്കും. അടുത്ത ചക്രവർത്തിയായി സ്വയം അവരോധിതനാകും. ഖുറം ഇത് അറിയുന്നതിന് മുൻപ്, ലോകമിത് അറിയുന്നതിന് മുൻപ് ഷഹരിയാറിനെയും കൊണ്ട് നൂർജഹാനി എത്രയും പെട്ടെന്ന് രാജ്യ തലസ്ഥാനമായ ആഗ്രയിൽ എത്തിച്ചേരണം. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി അവർ ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. പക്ഷേ നൂർജഹാൻ്റെ ഒപ്പമുണ്ടായിരുന്ന നൂർജഹാൻ്റെ സ്വന്തം സഹോദരനായ അസഫ് ഖാൻ ഈ വിവരം ഖുറത്തിന് ഒറ്റുകൊടുത്തു. അതിനൊരു കാരണമുണ്ട്. നൂർജഹാൻ്റെ സഹോദരനൊക്കെയാണ്, അത് ശരിയാണ്. പക്ഷേ അസഫ് ഖാൻ്റെ മകളായ മുംതാസ് മഹലിനെയാണ് ഖുറം വിവാഹം ചെയ്തിരിക്കുന്നത്. അതായത് അസഫ് ഖാൻ്റെ മരുമകനാണ് ഖുറം. അസഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഖുറം അടുത്ത ചക്രവർത്തിയാകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെയാണ് ഈ വിവരം അയാൾ ഖുറത്തിന് ചോർത്തി കൊടുക്കുന്നത്. ഖുറം ആ സമയത്തൊക്കെ ഒളിവിലാണ്, പക്ഷേ ആഗ്രയുടെ പരിസര പ്രദേശത്ത് തന്നെയുണ്ട്. ചക്രവർത്തിക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കുമെന്ന് ഖുറത്തിന് അറിയാമായിരുന്നു. ആ വിവരം ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആഗ്ര പിടിച്ചടക്കണം. അസഫ് ഖാൻ അയച്ചു കൊടുത്ത സന്ദേശം കിട്ടിയ പാടെ ഖുറം തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സേനയുമായി ആഗ്രയിലേക്ക് പുറപ്പെട്ടു. ആഗ്ര പിടിച്ചടക്കാൻ അദ്ദേഹത്തിന് അധികമൊന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല. 1628 ഖുറം ഔദ്യോഗികമായി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പഴയ പേര് മാറ്റി ഷാജഹാൻ എന്ന പേര് സ്വീകരിച്ചു. ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തന്നെ രാജാവെന്നാണ്. ലോകത്തിൻ്റെ തന്നെ രാജാവ് ആദ്യത്തെ ഓർഡർ കൊടുക്കുന്നത് തൻ്റെ അമ്മായച്ഛനായ അസഫ് ഖാനാണ്. അസഫ് ഖാനോട് പറയുന്നത്, തനിക്കെതിരെ ചെറുവിരൽ പോലും ഉയർത്താൻ സാധിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് എത്രയും പെട്ടെന്ന് കൊല്ലണമെന്നാണ്. ഇത് പറയുമ്പോൾ ഷാജഹാന് കൃത്യമായിട്ടറിയാം അസഫ് ഖാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും കസിൻസിനെയും അനന്തരവന്മാരെയുമാണെന്ന്. ചോരയെ കുളിച്ചിട്ടുള്ള ഒരു തുടക്കമാണ്. അസഫ് ഖാൻ തൻ്റെ പക്കലുണ്ടായിരുന്ന സകല സേനയുമായി നേരെ ലാഹോറിലേക്ക് പുറപ്പെട്ടു. കാരണം ഇപ്പോൾ ലാഹോറിലാണ് ഷഹരിയാർ മിർസ എന്ന ജഹാംഗീറിൻ്റെ ഇളയ പുത്രനുള്ളത്. ഷഹരിയാറിനെ കൊല്ലുന്നില്ല. ഷഹരിയാറിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അയാളെ അന്ധനാക്കി. അതിനുശേഷം തുറങ്കലിലടച്ചു. അതുപോലെ തന്നെ ഷാജഹാൻ്റെ 2 കസിൻസിനെയും അനന്തരവന്മാരെയും അന്ധന്മാരാക്കി തുറങ്കലിലടച്ചു. പിന്നീട് പതിയെ ആരെയും അറിയിക്കാതെ ഇവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഷാജഹാൻ അധികാരത്തിലേറുമ്പോൾ മുഗൾ സാമ്രാജ്യം അതൊരു വലിയ സാമ്രാജ്യമായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒന്നായിരുന്നു. ഭൂമിയുടെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും അതതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മുൻകാല ചക്രവർത്തിമാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ്റെ മുത്തശ്ശനായിരുന്ന അക്ബർ മറ്റു മതങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മറ്റു മതങ്ങളിലുള്ള മതപണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അവരുമായി ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾ അദ്ദേഹം ഏർപ്പെടുമായിരുന്നു. ഷാജഹാൻ്റെ അച്ഛനായ ജഹാംഗീർ പെയിൻറ്റിങ്ങിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഷാജഹാൻ സ്നേഹിച്ചിരുന്നത് ലോകത്തിലെ അതിമനോഹരമായിട്ടുള്ള നിർമ്മിതികളെയാണ്. ആർക്കിടെക്ചർ വിസ്മയങ്ങളുടെ ഒരു വലിയ ആരാധകനാണ്. തൻ്റെ ഭരണകാലഘട്ടത്തിൽ ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികൾ തനിക്ക് പണിയാൻ സാധിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാനും സാധിച്ചു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 2025 പോലും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്നാണ് ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ. ഷാജഹാന് മറ്റു ചക്രവർത്തിമാരെ പോലെ തന്നെ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചിരുന്നത് ഒരാളെ മാത്രമാണ്, അർജുമൻ ബാനു ബീഗം. അസഫ് ഖാൻ്റെ മകളാണ്. അവരോടുള്ള സ്നേഹം മൂത്ത് അദ്ദേഹം അവർക്ക് മറ്റൊരു പേര് കൂടി കൊടുത്തു, മുംതാസ് മഹൽ.
കൊട്ടാരം തിരഞ്ഞെടുത്ത ആളെന്നർത്ഥം. 1612 ഇവർ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നത്. അന്നു മുതൽ മുംതാസ് മഹൽ മരിക്കുന്നിടം വരെ ഷാജഹാനോടൊപ്പം ഉണ്ടായിരുന്നു. ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചീഫ് അഡ്വൈസറുമായിരുന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രാജ്യ സീല് എപ്പോഴും മുംതാസ് മഹലിൻ്റെ കയ്യിലായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ മിക്ക സമയങ്ങളിലും മുംതാസ് മഹൽ ഗർഭിണിയാണ്. മൊത്തം 12 തവണയാണ് അവർ ഗർഭം ധരിച്ചത്. പക്ഷേ അതിൽ 7 കുട്ടികൾക്ക് മാത്രമാണ് ബാലാധിഷ്ഠിതകൾ കടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. 1631 ബുർഹാൻപൂറിൽ മുഗൾ സാമ്രാജ്യം ഒരു യുദ്ധത്തിലേർപ്പെട്ടു. ബുർഹാൻപൂർ എന്ന് പറയുന്നത് ഇന്നത്തെ മധ്യപ്രദേശിൻ്റെ ഭാഗമാണ്. ബുർഹാൻപൂറിൽ യുദ്ധം നടക്കുന്ന ആ യുദ്ധഭൂമിയോട് ചേർന്ന് തന്നെ യുദ്ധ ക്യാമ്പുണ്ട്. അത് ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനോട് ചേർന്നൊരു ക്യാമ്പ് കാണും. അവർക്ക് യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഉറങ്ങാനുള്ള അവസരമുണ്ടാകും. ഭക്ഷണമൊക്കെ അവിടെ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണ്ട സകല സഹായങ്ങളും ഈ ക്യാമ്പിൽ ലഭിക്കുന്നതാണ്. ഷാജഹാൻ യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടി കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ യുദ്ധത്തിൻ്റെ ക്യാമ്പിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസ് മഹലുണ്ട്. പകൽ സമയങ്ങളിൽ തൻ്റെ ഭർത്താവും മറ്റ് സൈനികരും യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആ ടെൻറ്റിൻ്റെ മുൻപിൽ നിറവയറുമായി മുംതാസ് മഹൽ ഉണ്ടാകും. പക്ഷേ ഒരു ദിവസം അവർക്ക് കലശലായിട്ടുള്ള വയറുവേദന ഉണ്ടായി, പ്രസവവേദന. അവരെ അവിടെ ഉണ്ടായിരുന്ന പരിചാരകമാർ വളരെ വേഗത്തിൽ തന്നെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. പതിവ് പോലെ ഷാജഹാനും മറ്റ് സൈനികരും യുദ്ധം കഴിഞ്ഞ് അവരുടെ മിലിറ്ററി ക്യാമ്പിലേക്ക് മടങ്ങി വരുമായിരുന്നു. വളരെയധികം അകലെ വെച്ച് തന്നെ ഷാജഹാന് തൻ്റെ ടെൻറ്റ് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ആ ടെൻറ്റിൻ്റെ മുൻപിൽ ഒരു സ്ത്രീ രൂപം ഉണ്ടായിരിക്കും. പൂർണ്ണ വയറോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം, തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ മുംതാസ് മഹലിൻ്റെ രൂപം. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് അവിടെ ഒരു സ്ത്രീ രൂപം കാണാൻ സാധിച്ചില്ല. ഷാജഹാന് എല്ലാ ദിവസവും വൈകുന്നേരം വരുന്ന സമയത്ത് ഒരു ധാരണയുണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഭാര്യ പ്രസവിക്കുമെന്ന്. ഇന്നായിരിക്കും ആ ദിവസമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വളരെ ആവേശത്തോടു കൂടി, അല്പം ഭയത്തോടു കൂടിയാണ് അദ്ദേഹം ആ ടെൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. അടുത്തേക്ക് അടുക്കും തോറും അദ്ദേഹത്തിന് ഒരു ശബ്ദം ഉച്ചത്തിൽ കേൾക്കാം. തൻ്റെ ഭാര്യ പ്രാണവേദന കൊണ്ട് കരയുന്ന ശബ്ദം. വളരെയധികം വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ തവണയും ആ അലർച്ച കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ ടെൻറ്റിൻ്റെ വളരെ വളരെ അടുത്തെത്തുമ്പോൾ ആ ഒച്ച അത് കുറേ കൂടെ ശക്തമായിട്ട് ഉയർന്ന് കേൾക്കാൻ കഴിഞ്ഞു. ടെൻറ്റിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അടുത്തുണ്ടായിരുന്ന പരിചാരികമാരിൽ നിന്നും അറിയാൻ സാധിച്ചത് തൻ്റെ പ്രിയപ്പെട്ട പത്നി കഴിഞ്ഞ 6 മണിക്കൂർ നേരമായി ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അന്ന് വൈകുന്നേരം മുഴുവനും ടെൻറ്റിൻ്റെ മുൻപിൽ ഷാജഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ അവിടെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ഇരിക്കാൻ പോലും തോന്നിയില്ല. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ റെഡിയാണ്. പക്ഷേ അതൊന്നും കഴിക്കാൻ അദ്ദേഹത്തിനത് തോന്നിയില്ല. ഈ രാത്രിയിൽ എപ്പോൾ വേണമെങ്കിലും തൻ്റെ പത്നി തൻ്റെ പുതിയൊരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് അദ്ദേഹത്തിനറിയാം. ആ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് നടക്കണം. ഇതിൽ കൂടുതൽ വേദന എൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ സാധിക്കില്ല. രാത്രി ഏറെ ഇരുട്ടി. എന്നിട്ടും ആ വേദന കൊണ്ടുള്ള കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. നേരം വെളുത്തു. ഷാജഹാൻ ഉറങ്ങിയിട്ടില്ല. സൈനികർ പതിവ് പോലെ യുദ്ധത്തിന് പോയി. പക്ഷേ ഇത്തവണ ഷാജഹാൻ അവരോടൊപ്പം പുറപ്പെട്ടില്ല. ഷാജഹാൻ കാത്തിരിക്കുകയാണ് ആ ശുഭ വാർത്തയ്ക്ക് വേണ്ടി. മണിക്കൂറുകൾ പിന്നെയും കടന്നുപോയി. വൈകുന്നേരമായി. സൈനികർ യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. പക്ഷേ ഇപ്പോഴും തൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ ഭാര്യയുടെ ശബ്ദം കേൾക്കാതെയായി. ആ ഭാര്യയുടെ ശബ്ദത്തിന് പകരം ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ഒരു കുട്ടിയുടെ കരച്ചിലാണ്. ഷാജഹാൻ സന്തോഷത്തോടു കൂടി ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിസുന്ദരിയായ തൻ്റെ പിൻജോമനയെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഒരു പരിചാരികയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. കുഞ്ഞിനെ പരിചാരികയുടെ കയ്യിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങി. അതിസുന്ദരിയാണ്, തൻ്റെ ഭാര്യയെപ്പോലെ സുന്ദരിയായ ഒരു കുട്ടി. ആ കുഞ്ഞിൻ്റെ പേരാണ് ഗൗഹർ അര. കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കിയതിന് ശേഷം ആ കുഞ്ഞിനെ തൊട്ടടുത്തുണ്ടായിരുന്ന പരിചാരികയെ ഏൽപ്പിച്ച് മുംതാസ് മഹലിൻ്റെ അടുത്ത് വന്നിരുന്ന് അവരുടെ നെറുകയിലൊന്ന് തലോടി. മുംതാസ് മഹലിന് ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല. അവർ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. വിറയലോടുകൂടി അവർ ചെറിയ രീതിയിൽ ഒന്ന് മുരണ്ടു. അവളുണ്ടായിരുന്ന പരിചാരകർ ശരിക്കും ഭയന്നിരിക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നു. എന്തൊക്കെയോ ചികിത്സകൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഷാജഹാൻ അവരോട് കാര്യം തിരക്കി. എന്താണ് പ്രശ്നം? അവിടെ ഉണ്ടായിരുന്ന ഒരു പരിചാരക വിറയ്ക്കുന്ന ചുണ്ടോടുകൂടി പറഞ്ഞു, രക്തസ്രാവം നിൽക്കുന്നില്ല.
ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും രാജ്ഞി ഈ ലോകത്തോട് വിട പറയും. അന്ന് ആദ്യമായി ആ പരിചാരികമാർ തങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നേരിട്ട് കണ്ടു. ഷാജഹാൻ മുംതാസ് മഹലിനോട് ചോദിച്ചു, നിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അതെന്താണെങ്കിലും ഞാൻ നടപ്പിലാക്കിയിരിക്കും. മുംതാസ് മഹലിന് 2 കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഒന്ന് അവരുടെ മക്കളെക്കുറിച്ചായിരുന്നു. അവർക്ക് ഒരു രീതിയിലുള്ള കുറവും ഉണ്ടാകരുത്. അവരെന്തുമാത്രം വഴക്കുണ്ടാക്കിയാലും അവരെ ചേർത്ത് പിടിക്കണം. രണ്ടാമത്തേത്, എനിക്ക് വേണ്ടി ഒരു വലിയ ടൂമ്പ് പണിയണം, ഒരു ശവകുടീരം. ലോകത്തിൽ തന്നെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിസ്മയമായിരിക്കണം ആ ശവകുടീരം. മനുഷ്യരുള്ളിടത്തോളം കാലം ആ ശവകുടീരത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. അവർക്കതൊരു അത്ഭുതമായിട്ട് മാറിയിരിക്കണം. പിന്നീടുള്ള 1 വർഷക്കാലം മുഗൾ സാമ്രാജ്യത്തിൽ ദുഃഖാചരണമായിരുന്നു. അവിടെ ഒരു രീതിയിലുള്ള ആഘോഷ പരിപാടികളും ഉണ്ടാകാൻ പാടില്ല. ആളുകൾ പെർഫ്യൂം അല്ലെങ്കിൽ അത്തർ ഉപയോഗിക്കാൻ പാടില്ല. ഡാൻസ് ചെയ്യാൻ പാടില്ല. പാട്ട് പാടാൻ പാടില്ല. പാട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾ അറേഞ്ച് ചെയ്യാൻ പാടില്ല. ആ 1 വർഷക്കാലം ഷാജഹാൻ പൂർണ്ണമായിട്ടും വെള്ള വസ്ത്രം മാത്രം ധരിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. 1 വർഷത്തിന് ശേഷം മുംതാസ് മഹലിൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. മുംതാസ് മഹലിൻ്റെ ശവകുടീരം പണിയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം ആദ്യം തിരഞ്ഞത്. അതൊട്ടും വൈകാതെ തന്നെ കിട്ടി. തൻ്റെ ആഗ്രയിലെ ഫോർട്ടിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശം, യമുന നദി ഒന്ന് വളഞ്ഞൊഴുകിപ്പോകുന്ന ഒരു ഭൂഭാഗം. ആ വളവിനോട് ചേർന്ന് ഒരു മനോഹരമായ ശവകുടീരം പണിയാൻ അദ്ദേഹം ഓർഡർ കൊടുത്തു. ലോകത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിഭയായിരുന്ന ഒരു ആർക്കിടെക്റ്റായിരുന്ന ഉസ്താദ് അഹമ്മദ് ലാഹോറിക്കാണ് ആ ദൗത്യം കൊടുക്കുന്നത്. നീണ്ട 22 വർഷം, 20,000 പണിക്കാർ, 1000-ലധികം ആനകൾ ചേർന്നാണ് ആ താജ്മഹൽ നിർമ്മിച്ചത്. 1000-ഓളം വരുന്ന ആനകൾ വെള്ള മാർബിളുകൾ അങ്ങ് അകലെയുള്ള മരുഭൂപ്രദേശങ്ങളിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നു. രാജസ്ഥാനിലാണ് ഈ വെള്ള മാർബിളിൻ്റെ ക്വാറികളുള്ളത്. പക്ഷേ താജ്മഹലിലേക്കുള്ള പ്രധാന കവാടവും അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളിയും അവിടുത്തെ ഗസ്റ്റ് ഹൗസും ഒന്നും വെള്ള മാർബിൾ കൊണ്ടല്ല നിർമ്മിച്ചത്. അത് പരിസര പ്രദേശത്ത് നിന്ന് തന്നെ, പ്രത്യേകിച്ചും ഫത്തേപൂർ സിക്രിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ചുവന്ന കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ബാക്കി താജ്മഹലിൻ്റെ ഭാഗം മർഖാന മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. മർഖാന മാർബിളിനൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ്റെ പ്രകാശം മാറുന്നതനുസരിച്ച് ആ മാർബിളിൻ്റെ നിറവും മാറും. ആ മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹലിൻ്റെ നിറവും മാറും. സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്താണെങ്കിൽ താജ്മഹലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുവർണ്ണ നിറമാണ് കാണാൻ കഴിയുന്നത്. സുവർണ്ണ നിറവും ഒപ്പം അല്പം പിങ്കുമുണ്ട്. നട്ടുച്ചയായിക്കഴിഞ്ഞാൽ തൂവെള്ള നിറത്തിൽ താജ്മഹലിനെ കാണാൻ സാധിക്കും. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണെങ്കിൽ വീണ്ടും ഒരു സുവർണ്ണ നിറമാണ്. പക്ഷേ അവിടെ പിങ്കിന് പകരം കുറച്ചുകൂടെ ഓറഞ്ച് ഷെയ്ഡായിരിക്കും ഉണ്ടായിരിക്കുക. പൂർണ്ണചന്ദ്രനുള്ള നിലാവുള്ള രാത്രിയിൽ താജ്മഹലിനെ നമുക്ക് വെള്ളി നിറത്തിൽ കാണാം. വില കൂടിയ 28 വ്യത്യസ്തമായിട്ടുള്ള കല്ലുകൾ താജ്മഹലിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പതിപ്പിച്ചിട്ടുണ്ട്. ചൈന, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ കല്ലുകൾ കൊണ്ടുവന്നത്. താജ്മഹലിൻ്റെ മൊത്തം പ്രോജക്റ്റ് തുക 3.2 കോടി രൂപയായിരുന്നു. അന്നത്തെ മൂല്യമാണ്. ഇന്നത്തെ മൂല്യമാണെങ്കിൽ അത് ആയിരക്കണക്കിന് കോടി രൂപയായിരിക്കും. ചില മിത്തുകൾ അനുസരിച്ച് താജ്മഹലിൻ്റെ പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റായ ഉസ്താദ് അഹമ്മദ് ലാഹോറിയുടെ കൈ ഷാജഹാൻ വെട്ടിമാറ്റി. ഇത്തരത്തിലുള്ള ഒരു മോണുമെൻറ്റ് ഇനി ഒരിക്കലും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെട്ടിമാറ്റിയതായിട്ട് ഈ മിത്തുകളിൽ പറയുന്നത്. എന്നാൽ അത് വാസ്തവമല്ല. ആരും അദ്ദേഹത്തിൻ്റെ ഒരു കൈയോ ഒരു വിരൽ പോലും മുറിച്ചു മാറ്റിയിട്ടില്ല. അദ്ദേഹത്തെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഷാജഹാൻ ആദരിക്കുകയാണ് ചെയ്തത്. ഷാജഹാന് ശരിക്കും ഇത്തരത്തിലുള്ള ആർക്കിടെക്റ്റുകളോടും അവരുടെ ആർക്കിടെക്ചർ വിസ്മയങ്ങളോടും വലിയ ആരാധനയും സ്നേഹവും ബഹുമാനവുമായിരുന്നു. അവരെ ഒരിക്കലും ഷാജഹാന് ദ്രോഹിക്കാൻ സാധിക്കില്ല. ഈ താജ്മഹൽ മാത്രമല്ല, മനോഹരമായിട്ടുള്ള റെഡ് ഫോർട്ടും നിർമ്മിച്ചത് ഇതേ ഉസ്താദ് തന്നെയാണ്. 1648 താജ്മഹലിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് സ്വാഭാവികമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് 1649 ഉസ്താദ് അഹമ്മദ് ലാഹോരി മരണമടയുന്നത്. അന്ന് ആ താജ്മഹൽ പണിയാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നത് അടിമകളൊന്നുമല്ല. അങ്ങനെയും ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അത് വാസ്തവമല്ല. അത് ജീവനക്കാരാണ്. അവർക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും വേതനം കൊടുത്തിരുന്നു.
അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള തുകയാണ്. ചിലർ ചില പ്രത്യേക തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ആളുകളായിരുന്നു, അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ വേതനം ലഭിച്ചിരുന്നു. എന്നാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള വേതനം കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അവർക്ക് മുടങ്ങാതെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർ മാത്രമല്ല ഈ നിർമ്മാണത്തിൻ്റെ പങ്കാളികളായിട്ട് മാറിയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള പണിക്കാരുണ്ടായിരുന്നു, അതിനു പുറമെ സെൻട്രൽ ഏഷ്യ, അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും പിന്നീട് അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയില്ല. കാരണം ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പണിയാണ്. അവരുടെ ഇനിയുള്ള തലമുറയൊക്കെ ഇവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടേണ്ടതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവർക്ക് താമസിക്കാനുള്ള വീടുകൾ പണിതിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ഭക്ഷണം റേഷനായിട്ട് അവരിൽ എത്തിച്ചിരുന്നു. കൂടാതെ പല ആളുകൾക്കും സ്ഥലം തീരെഴുതി കൊടുത്തിട്ടുമുണ്ട്. അവരുടെ പിൻഗാമികളെ ഇപ്പോഴും താജ്മഹലിനോട് ചേർന്നുള്ള താജ് ഗഞ്ച് എന്ന സെറ്റിൽമെൻറ്റിൽ കാണാൻ കഴിയും. അവരുടെ പൂർവികർ ചെയ്തിട്ടുള്ള അതേ തൊഴിൽ തന്നെയാണ് ഇപ്പോഴും കുലത്തൊഴിലായി അവർ ചെയ്തു പോകുന്നത്. താജ്മഹലിൻ്റെ നിർമ്മാണമൊക്കെ നടന്നു പോകുമ്പോഴാണ് ഷാജഹാന് ഒരു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും പല കുട്ടികളും മിസ്സിംഗ് ആകുന്നു. ആരൊക്കെയോ അവരെ തട്ടിക്കൊണ്ടുപോകുന്നു. അത് അന്വേഷിക്കാനായി സൈന്യത്തിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ അദ്ദേഹം അറേഞ്ച് ചെയ്തു. അവരുടെ അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പോർച്ചുഗീസുകാരാണെന്ന് മനസ്സിലായി. ആ കാലഘട്ടത്തിൽ ബംഗാളിലെ ഹൂഗ്ലി പ്രദേശം ഭരിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. അവിടെ ആയിരക്കണക്കിന് പോർച്ചുഗീസുകാരുണ്ട്. അവർ ആഗ്ര മേഖലകളിൽ വന്ന് അവിടെയുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റും. ഇത് കേട്ടപ്പോൾ ഷാജഹാന് അടക്കാനാവാത്ത കലിയാണ് പോർച്ചുഗീസുകാരോട് തോന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായിട്ടുള്ള ഒരു സേനയെ ഹൂഗ്ലിയിലേക്ക് അയച്ചു. അവിടെ പോർച്ചുഗീസുകാരുമായിട്ട് നടന്നിട്ടുള്ള ഒരു യുദ്ധം അത് വളരെ പ്രശസ്തമാണ്, അല്ലെങ്കിൽ കുപ്രശസ്തമാണെന്ന് വേണമെങ്കിൽ പറയാം. ആ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യാൻ അന്ന് ഷാജഹാൻ്റെ സൈന്യത്തിന് സാധിച്ചു. ആയിരക്കണക്കിന് പോർച്ചുഗീസുകാരെയാണ് അന്ന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് തുറങ്കലിലടയ്ക്കുന്നത്. ഷാജഹാൻ്റെ പൂർവികരുടെ ഒരു വലിയ സ്വപ്നമാണ് തെക്കൻ മേഖല കീഴടക്കുക എന്നുള്ളത്. അക്ബറും ജഹാംഗീറുമൊക്കെ അത് പലകുറി ശ്രമിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു വിജയമായിരുന്നില്ല. അവർക്ക് സാധിക്കാതെ പോയ പൂർണ്ണമായ വിജയം തന്നെ കൊണ്ട് സാധിക്കണമെന്ന് ഷാജഹാന് ഒരു വലിയ വാശിയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം തെക്കൻ മേഖല ആക്രമിക്കുന്നത്. തെക്കൻ മേഖലയിൽ പ്രധാനമായിട്ടും 3 തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തെക്കൻ മേഖല മുഗൾ സാമ്രാജ്യത്തിൻ്റെ കയ്യിലിരിക്കും. ആ 3 തടസ്സങ്ങൾ ഷിയ മുസ്ലിംസ് ഭരിക്കുന്ന 3 മുസ്ലിം സുൽത്താനേറ്റ്സ് ആണ്. ഒന്ന് അഹമ്മദ് നഗർ, മറ്റൊന്ന് ബിജാപൂർ, മൂന്നാമത്തത് ഗോൽക്കൊണ്ട. 3ഉം അതിസമ്പന്നമാണ്. ആ സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പണം മാത്രം മതി സുഖമായിട്ട് താജ്മഹൽ പണിയാൻ. കൂട്ടത്തിലെ ഏറ്റവും വലിയ തലവേദന അഹമ്മദ് നഗറാണ്. അഹമ്മദ് നഗറാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്തായി നിൽക്കുന്നത്. ബാക്കി 2 പ്രദേശങ്ങൾ കുറേ കൂടി തെക്കോട്ട് മാറിയാണ്. അഹമ്മദ് നഗറിന് കഴിഞ്ഞ കുറേയധികം പതിറ്റാണ്ടുകളായി ഒരു കാവൽക്കാരനുണ്ട്, എത്യോപ്യക്കാരനായ മാലിക് ആംബർ. മാലിക് ആംബറിൻ്റെ പ്രധാനപ്പെട്ട ആയുധം ഒളിപ്പോരാണ്. അതിർത്തി ഭേദിച്ചു വരുന്ന മുഗൾ സാമ്രാജ്യത്തിലെ സൈനികരെ അദ്ദേഹം കൊന്നു തള്ളിയിട്ടുണ്ട് ഒരുപാട് തവണ. മുഗൾ സാമ്രാജ്യത്തിന് അതൊക്കെ വലിയ നാണക്കേടായി മാറി. പക്ഷേ 1628 മാലിക് ആംബർ മരണമടഞ്ഞു. അതോടുകൂടി അവിടെ ഒരു വലിയ ശൂന്യതയുണ്ടായി. ഇനി ഷാജഹാന് ഇതിലും മികച്ച ഒരു അവസരം ഒരിക്കലും കിട്ടില്ല. ഈ ഒരു പ്രദേശം കീഴടക്കുന്നത് അത്യാവശ്യമാണ്. പണം അവിടെ നിന്നും സമാഹരിക്കുക എന്നത് മാത്രമല്ല, മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ കലാപം നടത്തി രാജ്യദ്രോഹ കുറ്റമൊക്കെ ചാർത്തി കൊടുക്കുന്ന വ്യക്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് അഹമ്മദ് നഗറിലേക്കാണ്. അഹമ്മദ് നഗർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവരെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ അവിടുത്തെ ചക്രവർത്തി തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അഹമ്മദ് നഗർ കീഴടക്കുക എന്നുള്ളത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. 1633 സൈനികരെ ഷാജഹാൻ അങ്ങോട്ട് അയക്കുന്നത്. അവരുടെ തലസ്ഥാന നഗരമാണ് ദൗലതാബാദ്. ദൗലതാബാദ് ഒരു വലിയ ഫോർട്ട് സിറ്റിയാണ്. ആ ഫോർട്ട് സിറ്റി നിൽക്കുന്നത് ഒരു വലിയ കുന്നിൻ്റെ മുകളിലുമാണ്. ആ കോട്ടയുടെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമതിലിന് ഏകദേശം 200 മീറ്ററോളം ഉയരമുണ്ടെന്ന് തോന്നും. അത് തോന്നൽ മാത്രമാണ്. കാരണം ആ കോട്ട പണിതിരിക്കുന്നത് മലയോട് ചേർന്നിട്ടാണ്. അപ്പോൾ മലയുടെ ഉയരവും കോട്ടമതിലിൻ്റെ ഉയരവും കൂടെ ചേർന്നിട്ടാണ് 200 മീറ്റർ ഉള്ളത്. അതൊരു വലിയ തടസ്സമാണ്. ഇത്രയും വലിയ ഒരു ഫോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മുഗൾ സാമ്രാജ്യത്തിന് തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവിടുത്തെ ചക്രവർത്തി വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ ആ യുദ്ധത്തിൽ അവർക്ക് അടിപതറി. അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള പീരങ്കി ഉണ്ടകൾ കൊണ്ട് മാത്രമല്ല,
അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഒറ്റുകാരനുണ്ടായിരുന്നു. എത്യോപ്യക്കാരനായ മാലിക് ആംബറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ മാലിക് ആംബറിന് ഒരു മകനുണ്ടായിരുന്നു, ഫാത്തി ഖാൻ. ഫാത്തി ഖാൻ മാലിക് ആംബറിനെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വിശ്വസ്തനായിരുന്നില്ല, ഒറ്റുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒറ്റുകൊടുക്കൽ കൂടി ആയപ്പോഴാണ് അഹമ്മദ് നഗർ നിലം പതിക്കുന്നത്. അതോടുകൂടി വർഷങ്ങളായി അഹമ്മദ് നഗർ അടക്കി ഭരിച്ചിരുന്ന നിസാം ഷാ ഡൈനാസ്റ്റിക്ക് അന്ത്യം കുറിച്ചു. അഹമ്മദ് നഗർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. ഇനിയുള്ള രണ്ട് പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഗോൽക്കൊണ്ടയും ബിജാപ്പൂറുമാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ഗോൽക്കൊണ്ടയിലാണ്. ഗോൽക്കൊണ്ട ഇന്നത്തെ തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഡയമണ്ട് മൈനുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിസമ്പന്നമാണ് ഗോൽക്കൊണ്ട. പക്ഷേ സൈനികപരമായിട്ട് അവർ വലിയ ശക്തിയൊന്നുമല്ല. ഈ മൂന്ന് ശക്തികൾ വെച്ച് തന്നെ സൈനികമായിട്ട് ഏറ്റവും കൂടുതൽ ദൗർലഭ്യമുള്ളത് ഗോൽക്കൊണ്ടയ്ക്കാണ്. അതുപോലെ ബിജാപ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഉത്തര കർണാടക മേഖലയിലാണ്. അവർ സൈനികമായിട്ട് ശക്തമാണ്, പക്ഷേ സാമ്പത്തികമായിട്ട് ഗോൽക്കൊണ്ടയുടെ അത്രയും വരില്ല. ഈ രണ്ട് പ്രദേശവും ആഗ്രയിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നും ഒരുപാട് ദൂരമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശമൊക്കെ കീഴടക്കി മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അടിക്കടി ഇവിടെയൊക്കെ കലാപങ്ങളുണ്ടാകും. അതൊക്കെ അടിച്ചമർത്തുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഇതിനെക്കുറിച്ച് ഷാജഹാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശവും കീഴടക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഷാജഹാനില്ല. അവരിൽ നല്ലൊരു പ്രഷർ കൊടുത്ത് എല്ലാ വർഷവും വലിയൊരു തുക കരമായിട്ട് പിരിച്ചെടുക്കാം, അവരെ ഒരു സ്റ്റേറ്റായിട്ട് പരിഗണിക്കാമെന്നാണ് ഷാജഹാൻ ചിന്തിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രഷർ കൊടുക്കാനായി ഷാജഹാൻ നേരിട്ട് ഈ രണ്ട് മേഖലയിലേക്കും വരുന്നുണ്ട്. ആദ്യം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ കൂടെ പോകുന്നത് ഗോൽക്കൊണ്ടയിലേക്കാണ്. കാരണം അവിടെ അധികം വിയർപ്പൊഴുക്കാതെ പ്രദേശം പിടിച്ചടക്കാനായിട്ട് സാധിക്കും. ഷാജഹാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ആ പ്രദേശം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ ചക്രവർത്തിയായിരുന്ന അബ്ദുള്ള കുത്തബ് ഷയാണ്. കുത്തബ് ഷാ ഒരു യുദ്ധത്തിനും പോയില്ല. അദ്ദേഹം കീഴടങ്ങി. പക്ഷേ തന്നെ ഇവിടുത്തെ ചക്രവർത്തിയായിട്ട് തുടരാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. പകരമായി എല്ലാ വർഷവും ഒരു വലിയ തുക ഇനാമായി കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഗോൽക്കൊണ്ടയിലെ മുസ്ലിം പള്ളികളിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പ്രാർത്ഥനയോടൊപ്പം ഇറാൻ ഭരിക്കുന്ന ഭരണാധികാരിയായ സവാവത് ഷായുടെ പേര് കൂടെ പറയും. ഇനി ഒരിക്കലും ആ പേര് പറയാൻ പാടില്ലെന്നും അതിനു പകരം ഷാജഹാൻ്റെ പേര് കൂടെ പറയണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അങ്ങനെ തന്നെയാണ് അവിടെ പ്രാർത്ഥന നടന്നത്. 1636 ബിജാപ്പൂരിനെ ആക്രമിക്കുന്നത്. അന്ന് ബിജാപ്പൂർ ഭരിക്കുന്നത് ആദിൽ ഷാഹി ഡൈനാസ്റ്റിയാണ്. അവർക്ക് ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവർ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. പക്ഷേ നേരിട്ടൊരു യുദ്ധത്തിനല്ല ഷാജഹാൻ കടക്കുന്നത്. അതിനു പകരം അദ്ദേഹം മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ഈ ബിജാപ്പൂരിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഡാമുണ്ട്. ആ ഡാമിൽ നിറയെ വെള്ളവുമുണ്ട്. ജലസേചനത്തിനു വേണ്ടിയാണ് ആ ഡാം ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ആ ഡാം അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. ശക്തമായിട്ടുള്ള ജലത്തിൻ്റെ ഒരു കുത്തൊഴുക്കാണ് ബിജാപ്പൂർ നഗരത്തിലേക്ക് ഉണ്ടായത്. അതിനെ തുടർന്ന് അവർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. അവർക്ക് ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. അത്തരത്തിലുള്ള ഒരു ഗതികേടുണ്ടായപ്പോൾ ബിജാപ്പൂരിൻ്റെ ഭരണാധികാരിക്ക് കീഴടങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും കീഴടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് തുടർന്നും ആ പ്രദേശം ഭരിക്കാം. പകരം 20 ലക്ഷം ഇന്ത്യൻ രൂപയാണ് അന്ന് അദ്ദേഹം കൊടുത്തത്. ആ കാലഘട്ടത്തിലെ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതൊരു വലിയ തുകയാണ്. അതോടുകൂടി ഈ ഒരു പ്രദേശത്തിന് കാര്യമായിട്ടുള്ള ഒരു ഗതിയുമില്ലാതെയായി. ഈ 3 പ്രദേശങ്ങളും കീഴടക്കി അവിടുത്തെ സമ്പത്ത് മുഴുവനും ഷാജഹാൻ കൈക്കലാക്കിയതോടുകൂടി താജ്മഹൽ പണിയുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് മാറി. അതിനുപരിയായി ഈ 3 മേഖലകളിലുണ്ടായിരുന്ന ആളുകൾ അടിക്കടി മുഗൾ സാമ്രാജ്യത്തിൽ കടന്നുകൂടി വലിയ കലാപങ്ങളൊക്കെ നടത്താറുണ്ട്. കലാപകാരികളെ ഇവർ വഴിവിട്ട് സഹായിക്കുന്നുമുണ്ട്. ഇനിയുള്ള 20 വർഷക്കാലം അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇവർക്കുണ്ടാകില്ല. കാരണം ഈ 3 മേഖലകളും ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തിന് നേരിട്ട് കൺട്രോളുള്ള മേഖലയാണ്. ഈ 3 മേഖലയെയും നിയന്ത്രിക്കാനായി ഒരു വൈസ്രോയിയെ ഏർപ്പാടാക്കി. വെറും 18 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഷാജഹാൻ്റെ മകൻ ഔറംഗസേബിന് ഈ പ്രദേശം ഭരിക്കാൻ സാധിച്ചതോടുകൂടി വലിയൊരു എക്സ്പീരിയൻസ് ആണ് നേടിയെടുക്കാൻ സാധിച്ചത്. ആ എക്സ്പീരിയൻസിലൂടെ ഔറംഗസേബിന് സാക്ഷാൽ ഷാജഹാനെ പോലും വിറപ്പിക്കാൻ പിന്നീട് സാധിച്ചു. ഷാജഹാൻ്റെ പൂർവികർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ ആദ്യ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ അഫ്ഗാനിസ്ഥാൻ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമല്ല.
തൻ്റെ പൂർവികരുടെ ഭൂമിയായ അഫ്ഗാനിസ്ഥാൻ കൂടി പിടിച്ചടക്കണമെന്ന് ഷാജഹാന് കലശലായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബാൽഖിലേക്കും അഫ്ഗാനിസ്ഥാൻ്റെയും തജിക്കിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബഡാക്ഷാൻ പ്രദേശത്തേക്കും ഒരു വലിയ സേനയെ അയക്കുന്നത്. പക്ഷേ മുഗൾ സാമ്രാജ്യത്തിലെ ഒരു കാലാവസ്ഥയൊന്നുമായിരുന്നില്ല ഈ അഫ്ഗാൻ തജിക്കിസ്ഥാൻ മേഖലകൾ ഉണ്ടായിരുന്നത്. യുദ്ധം നടക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് യുദ്ധം നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മുഗൾ സൈനികർ ഒരിക്കൽ പോലും യുദ്ധം ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും പരിശീലനത്തിലും ഏർപ്പെട്ടിട്ടില്ല. അത്രയും മോശമായ സാഹചര്യമായതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അനേകം സൈനികർ അന്ന് കൊല്ലപ്പെട്ടു. അവർക്ക് പരാജയം സംബന്ധിച്ച് തിരിച്ച് മുഗൾ സാമ്രാജ്യത്തിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. ഇത് ഒരു കനത്ത നാശനഷ്ടമാണ് ഷാജഹാൻ ഉണ്ടാക്കിയത്. ആ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പണമൊക്കെ പാഴായിപ്പോയി. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കാണ്ഡഹാറിലെ ഒരു വലിയ കോട്ട പിടിച്ചടക്കാനും ഷാജഹാൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങളുണ്ടായിരുന്നു. ഒരു തവണയല്ല, 3 തവണയും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. 1630കളുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഷാജഹാന് ഒരു കാര്യം ബോധ്യം വന്നു. തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായ ആഗ്രയ്ക്ക് ഈ വലിപ്പമൊന്നും പോരാ. അവിടെ അനേകം കെട്ടിടങ്ങൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു പുതിയ നഗരം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് 1639 ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു മഹാനഗരം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. ഉസ്താദ് ലാഹോരി തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഈ നഗരമാണ് പിന്നീട് ഷാജഹാൻബാദ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്തിന് ഷാജഹാൻബാദ് എന്നൊരു പേരില്ല. ഇപ്പോൾ ആ മേഖല അറിയപ്പെടുന്നത് ഓൾഡ് ഡൽഹി അല്ലെങ്കിൽ പുരാനി ദില്ലി എന്ന പേരിലാണ്. ഉസ്താദ് ലാഹോരി പുരാനി ദില്ലിയുടെ ഉള്ളിൽ തന്നെ മനോഹരമായ ഒരു വലിയ കൊട്ടാരവും പണിതു. ആ കൊട്ടാരത്തിനു ചുറ്റുമായി ചുവന്ന കല്ലുകൾ കൊണ്ട് മനോഹരമായ ഒരു കോട്ട മതിലും പണിതു. ആ കോട്ടമതിലാണ് റെഡ് ഫോർട്ട്. ഷാജഹാൻ ഡൽഹിയിൽ ഉസ്താദ് ലാഹോരിയെ കൊണ്ട് തന്നെ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചു. ഇന്ത്യയിലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള മുസ്ലിം പള്ളിയാണ് ഈ ജുമാ മസ്ജിദ്. ലോകത്തിലെ തന്നെ രാജാവായ ഷാജഹാന് ഇരിക്കാൻ അത്രത്തോളം തന്നെ മനോഹരമായ ഗാംഭീര്യമുള്ള ഒരു സിംഹാസനം വേണ്ടേ? അങ്ങനെയാണ് അദ്ദേഹം മയൂര സിംഹാസനത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. ആ സിംഹാസനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഡയമണ്ടും റൂബീസും എംബ്രാൾഡും മുത്തുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായി കൊഹിനൂർ രത്നവും ഘടിപ്പിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളൊന്നും ലഭ്യമല്ല. ഷാജഹാന് 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ മൂത്തവൻ ദാരാഷിക്കോവാണ്. ദാരാഷിക്കോവിനോട് തന്നെയാണ് ഷാജഹാന് ഏറ്റവും കൂടുതൽ പ്രിയവും ഉണ്ടായിരുന്നത്. തൻ്റെ പിൻഗാമി ദാരാഷിക്കോവ് ആകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ദാരാഷിക്കോവ് നല്ലൊരു വ്യക്തിയാണ്, നന്മയുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹം മതത്തിൻ്റെ പേരിൽ ആളുകളെ വിഭജിച്ച് കണ്ടിരുന്നില്ല. ഒരു മികച്ച ഫിലോസഫറായിരുന്നു, ഒരു മികച്ച കവിയായിരുന്നു, നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു, ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അനുസരിച്ച് ഹിന്ദു മതവും മുസ്ലിം മതവും എല്ലാം ഒന്നാണ്. അതിലെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം തുല്യമാണ്. എല്ലാത്തിലെയും ദൈവം ഒന്നാണെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. എല്ലാ സമയവും ദാരാഷിക്കോ അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം രാജ്യ തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പുത്രൻ ഷൂജനാണ്. ഷൂജ ബംഗാളിൻ്റെ ഗവർണറായിരുന്നു. മൂന്നാമത്തെ പുത്രനാണ് ഔറംഗസേബ്. ഔറംഗസേബ് വളരെ ബ്രില്യൻ്റാണ്, പക്ഷേ ക്രൂരതയുടെ പര്യായം കൂടിയാണ്. മുസ്ലിം മതമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിക്കും. അത്രയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ദാരാഷിക്കോവിനോട് അദ്ദേഹത്തിന് വലിയ വെറുപ്പുമുണ്ട്. കാരണം ദാരാഷിക്കോവ് പറയുന്നത് ഹിന്ദു മതവും മുസ്ലിം മതവും ഒക്കെ ഒന്നാണെന്നല്ലേ. അതിനോട് അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട്. ഹിന്ദുമതം ഒരു മതമേ അല്ല, മറ്റൊരു മതങ്ങളെയും അത്തരത്തിൽ കാണാൻ സാധിക്കില്ല. അവരുടെ ദൈവങ്ങളൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ദൈവം മുസ്ലിം മതത്തിൽ മാത്രമുള്ളതാണെന്ന് ഔറംഗസേബ് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വെറുപ്പായിരുന്നു ദാരാഷിക്കോവിനോടും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിനോടും ഉണ്ടായിരുന്നത്. ഏറ്റവും ഇളയ പുത്രൻ മുറാദാണ്. മുറാദ് വളരെ ധീരനാണ്. അദ്ദേഹം ഗുജറാത്ത് മേഖലയിലെ ഗവർണറായി പ്രവർത്തിക്കുന്നു. ഷാജഹാൻ്റെ മൂത്ത പുത്രിയാണ് ജഹനാര. മുംതാസ് മഹലിൻ്റെ മരണത്തിന് ശേഷം രാജ്യകാര്യങ്ങളിലൊക്കെ ഷാജഹാനെ സഹായിക്കാനായി ഒപ്പമുണ്ടായിരുന്നത് ജഹനാരയായിരുന്നു. ജഹനാരയ്ക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനാണ്.
അതുപോലെ അച്ഛൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ദാരാ ഷിക്കോവിനോടും ജഹനാരയ്ക്ക് വലിയ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. രാജ്യസദസ്സിലും അതുപോലെ രാജ്യത്തുമൊക്കെ ജഹനാരയുടെ വാക്കുകൾക്ക് നല്ല വിലയുണ്ടായിരുന്നു. ഷാജഹാൻ്റെ ഇളയ പുത്രിയായ റോഷനാര തീർത്തും വ്യത്യസ്തയാണ്. അവർക്ക് ജഹനാരയോട് താല്പര്യമില്ല, പിതാവിനോട് താല്പര്യമില്ല, ദാരാ ഷിക്കോവിനോട് താല്പര്യമില്ല. അവർക്ക് ജഹനാരയോട് വലിയ അസൂയ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് ഔറംഗസേബിനോടാണ്. പക്ഷേ ഔറംഗസേബ് ആ കാലഘട്ടങ്ങളിലൊന്നും ഡൽഹിയിലോ ആഗ്രയിലോ ഒന്നുമില്ല. അദ്ദേഹം ഉണ്ടായിരുന്നതൊക്കെ തെക്കൻ മേഖലകളിലാണ്. ഡെക്കാനിലെ വൈസ്രോയി ആയിരുന്നല്ലോ. അദ്ദേഹത്തിന് രാജ്യസദസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ അടിക്കടി സൈനികരിലൂടെ അദ്ദേഹത്തിൽ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ റോഷനാരയാണ്. 1657 സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ഷാജഹാൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. അദ്ദേഹത്തിന് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു, കിടപ്പിലായിപ്പോയി. പല ആളുകളും കരുതിയത് അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്നാണ്. ശരിക്കും ഒരു റൂമർ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായിരുന്ന ആളുകൾ അറിഞ്ഞു അവരുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയായ ഷാജഹാൻ മരിച്ചുപോയെന്ന്. പക്ഷേ ഷാജഹാൻ അപ്പോൾ മരിച്ചിട്ടില്ല, അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുകയാണ്. ഈ വാർത്ത ഷാജഹാൻ്റെ 3 മക്കളായ മുറാദ്, ഷുജ, ഔറംഗസേബിൻ്റെ ഒക്കെ ചെവിയിലെത്തി. ഷുജ ബംഗാളിലാണല്ലോ. ബംഗാളിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ സ്വയം പ്രഖ്യാപിച്ചു, ഞാനാണ് ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി. അതേസമയം ഗുജറാത്ത് മേഖലയിൽ ഉണ്ടായിരുന്ന മുറാദ് പറഞ്ഞത് അല്ല, ഞാനാണ് അടുത്ത ചക്രവർത്തി എന്നാണ്. പക്ഷേ ഇവരെക്കാളൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള വ്യക്തിയായിരുന്നു ഔറംഗസേബ്. ഔറംഗസേബ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന് പോയില്ല. പകരം മുറാദിനെ കണ്ട് ഒരു കാര്യം പങ്കുവെച്ചു. എനിക്ക് നീ ചക്രവർത്തിയാകുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ഈ രാജ്യകാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഇസ്ലാമാണ് എല്ലാം. മുസ്ലിം മതത്തിനു വേണ്ടി, മതവിശ്വാസത്തിനു വേണ്ടി ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ചക്രവർത്തിയാകാൻ സാധിക്കില്ല. നീ ചക്രവർത്തിയാകണം. അതിനു വേണ്ട സകല സഹായവും ഞാൻ ചെയ്തു തരാം. നമുക്ക് 2 പേർക്കും ഒന്നിച്ച് ആഗ്ര കീഴടക്കാം. മുറാദ് ഇത് അതേപടി വിശ്വസിച്ചു. അങ്ങനെ ഇവർ 2 പേരും കൂടിച്ചേർന്ന് അവരുടെ സൈന്യത്തോടൊപ്പം നേരെ ആഗ്രയിലേക്ക് കുതിച്ചു. അവർ യുദ്ധത്തിന് പുറപ്പെട്ടതിന് ശേഷമാണ് ഷാജഹാൻ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വന്നത്. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ മക്കൾക്ക് കത്തുകൾ അയച്ചു. നിങ്ങളെന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? ഈ ഭ്രാന്തൊന്ന് നിർത്തൂ. എനിക്കൊരു കുഴപ്പവുമില്ല. നിങ്ങളിനി അടുത്ത അധികാരിയാകാനായിട്ടൊന്നും മോഹിക്കേണ്ട. അധികാരം ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. മുറാദും ഔറംഗസേബും ആഗ്രയുടെ വളരെ അരികിലെത്തി. 1658 മെയ് മാസമായപ്പോൾ അവരുടെ സേന ആഗ്രയുടെ കിഴക്ക് ഭാഗത്ത് ഏകദേശം 20 കിലോമീറ്റർ അകലെയായി സമുഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ അവരെ നേരിടാനായി ഷാജഹാൻ്റെ സേനയും ഉണ്ടായിരുന്നു. ഷാജഹാൻ അല്ല മുന്നിൽ നിന്ന് യുദ്ധം നയിക്കുന്നത്. ഷാജഹാൻ്റെ മൂത്ത പുത്രനായ ദാരാ ഷിക്കോവ് ആണ്. ദാരാ ഷിക്കോവ് അടുത്ത ചക്രവർത്തിയാകണമെന്നുള്ള രേഖ പോലും ആ കാലഘട്ടത്തിൽ ഷാജഹാൻ എഴുതി ഉണ്ടാക്കി സീല് പതിച്ചിട്ടുണ്ട്. പക്ഷേ ദാരാ ഷിക്കോവിന് യുദ്ധപരമായിട്ടുള്ള കഴിവുകളില്ല. അദ്ദേഹത്തിന് അധികം യുദ്ധം ചെയ്ത് പരിചയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിക്ക കാലഘട്ടത്തിലും അദ്ദേഹം രാജ്യതലസ്ഥാനത്ത് രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കുകയായിരുന്നു. യുദ്ധമുന്നണിയിൽ ഉണ്ടായിരുന്നത് മറ്റ് 3 മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഷാജഹാൻ്റെ സൈന്യത്തിന് പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ദാരാ ഷിക്കോവ് പിടികൊടുത്തില്ല. അദ്ദേഹത്തിനെ കൊല്ലാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഔറംഗസേബിനും മുറാദിനും ആഗ്ര കീഴടക്കാൻ സാധിച്ചു. അതിനുശേഷം ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ തനിക്കൊണം പുറത്തു കാണിച്ചു. വിശ്വാസവഞ്ചനയാണ് കാണിക്കുന്നത്. മുറാദിനെ അദ്ദേഹം തലയറുത്ത് കൊന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ഷുജയും കൊന്നു. പിന്നീട് അവശേഷിച്ചത് മൂത്ത ജ്യേഷ്ഠനായ ദാരാ ഷിക്കോവ് ആണ്. ദാരാ ഷിക്കോവ് പിടികൊടുക്കാതെ ഏകദേശം 1 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഒടുവിൽ ഔറംഗസേബിൻ്റെ കയ്യിൽ തന്നെ അദ്ദേഹം വന്നെത്തി. അതിനുശേഷം ഒരു വിചാരണ നടത്തി. കുറ്റം മതനിന്ദയാണ്. മുസ്ലിം മതത്തെ, ഇസ്ലാം മതത്തെ മോശമായിട്ട് ചിത്രീകരിച്ചു. പക്ഷേ ശരിക്കും ദാരാ ഷിക്കോവ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടു എന്നൊരു കുറ്റം മാത്രമാണ് ചെയ്തത്. മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒരുപോലെ തന്നെ, അവരുടെ വിശ്വാസവും ഒരുപോലെ തന്നെ, അവർ വിശ്വസിക്കുന്ന ദൈവമെല്ലാം ഒരൊറ്റ ദൈവമാണെന്നാണ് ദാരാ ഷിക്കോവ് ശരിക്കും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കാനും ഒക്കെ ശ്രമിച്ചത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അക്ബർ എന്താണോ ചെയ്തത് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ദാരാ ഷിക്കോവ് ചെയ്തത്. ദാരാ ഷിക്കോവ് അടുത്ത ചക്രവർത്തിയായിട്ട് മാറിയിരുന്നെങ്കിൽ ശരിക്കും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറിപ്പോയേനെ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണ് ഔറംഗസേബിൻ്റെ കാലഘട്ടം.
ഔറംഗസേബ് ഇത്തരത്തിലൊരു വിചാരണ നടത്തി ദാരാ ഷിക്കോവിനെ കൊന്നുകളഞ്ഞു. പക്ഷേ പിതാവായ ഷാജഹാനെ കൊല്ലാൻ ഔറംഗസേബ് മുതിർന്നില്ല. എന്നാലും ക്രൂരമായിട്ട് തന്നെ പിതാവിനെ ശിക്ഷിച്ചു. ചരിത്രകാരന്മാർ പലരും പറയുന്നത് കൊല്ലുന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ളൊരു ശിക്ഷയാണ് ഷാജഹാന് അനുഭവിക്കേണ്ടി വന്നതെന്നാണ്. പിന്നീടുള്ള ജീവിതകാലം മുഴുവനും ഒരു തടവ് പുള്ളിയായിട്ടാണ് ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിച്ചുകൂട്ടിയത്. ആഗ്ര കോട്ടയിലെ ഒരു വലിയ ടവറിലെ മുസാമാൻ ബുർജ് എന്ന മുറിയിലാണ് പിന്നീടുള്ള 8 വർഷക്കാലം ഷാജഹാൻ കഴിച്ചുകൂട്ടിയത്. ആ മുറിയിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെ യമുന നദി കാണാം. ആ നദിയോട് ചേർന്ന് മനോഹരമായി താജ്മഹലും കാണാൻ സാധിക്കും. അതായിരുന്നു ഷാജഹാന് ആകെയുള്ള ഒരു ആശ്വാസം. ഷാജഹാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ജഹനാരയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ജഹനാരയെ ഔറംഗസേബ് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ജഹനാരയ്ക്ക് അടുത്ത ചക്രവർത്തിയാകാൻ സാധിക്കില്ല, ജഹനാരയുടെ ഭർത്താവിന് അടുത്ത ചക്രവർത്തിയാകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഔറംഗസേബിന് ഒരു വെല്ലുവിളിയല്ല. പക്ഷേ ജഹനാര സ്വയം ശിക്ഷ ഇരന്നു വാങ്ങിക്കുകയായിരുന്നു. കാരണം തൻ്റെ പിതാവിനെ ഒറ്റയ്ക്ക് ആ തടവറയിൽ ഇരുത്താൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പിതാവിനോടൊപ്പം തനിക്കും ആ തടവറയിൽ കഴിയണമെന്ന് ജഹനാര വാശി പിടിച്ചു. അങ്ങനെയാണ് ജഹനാര പിന്നീടുള്ള വർഷങ്ങളിൽ ആ തടവറയിൽ തൻ്റെ പിതാവിനോടൊപ്പം അവിടെ കിടക്കേണ്ടി വന്നത്. പിന്നീടുള്ള 8 വർഷക്കാലം ആ തടവറയിൽ ആ ചെറിയ ജനാലയിലൂടെ അങ്ങ് അകലെയുള്ള താജ്മഹലിനെ നോക്കിക്കൊണ്ട് ഷാജഹാൻ കാലം കഴിച്ചു. 1666 ഷാജഹാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മരണശേഷം ചക്രവർത്തി ആയതുകൊണ്ട് തന്നെ രാജകീയമായിട്ടുള്ള ഒരു ശവമടക്കാണ് നടത്തേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ശവമടക്കും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ശവശരീരം അടങ്ങുന്ന കൊഫീൻ അല്ലെങ്കിൽ ശവപ്പെട്ടി ഒരു വഞ്ചിയിൽ കയറ്റി ആ യമുന നദി കടന്ന് അപ്പുറത്തുള്ള താജ്മഹലിലെത്തിച്ചു. താജ്മഹൽ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഉള്ളിലെ വിചിത്രമായിട്ടുള്ള ഒരു അസിമെട്രി കാണാം. അവിടുത്തെ പ്രധാന അറയുടെ മധ്യഭാഗത്തായിട്ടാണ് മുംതാസ് മഹലിൻ്റെ ഖബർ. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഖബർ കൂടിയുണ്ട്. അതാണ് ഷാജഹാൻ്റെ ഖബർ. ആ വലിയ അറയുടെ മധ്യഭാഗത്ത് മുംതാസ് മഹലിൻ്റെ ഖബർ വന്നതുകൊണ്ട് തന്നെ അതിന് ഒരു അസിമെട്രിയാണുള്ളത്. സൗന്ദര്യത്തിൻ്റെ സിമെട്രി രൂപം അവിടെ ഇല്ല. പക്ഷേ ആ അസിമെട്രി അത് സ്നേഹത്തിൻ്റെ അസിമെട്രിയാണ്. അവിടെ ആ ശവകുടീരത്തിൽ തൻ്റെ ഭാര്യയോടൊപ്പം ഒരു ചെറിയ ഖബറിൻ്റെ ഭാഗമായിട്ട് മാത്രം കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഷാജഹാൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു. അതെന്തായാലും സാധിച്ചു കൊടുക്കാൻ ഔറംഗസേബിന് സാധിച്ചു. ഷാജഹാൻ ഇല്ലാതെയായതോടുകൂടി മുഗൾ സാമ്രാജ്യം ഇല്ലാതെയായില്ല. മുഗൾ സാമ്രാജ്യത്തിലെ ക്രൂരതയുടെ ഒരു അധ്യായമാണ് അടുത്തതായി തുറക്കുന്നത്. അത് വളരെ ദൈർഘ്യമേറിയ ഒരു അധ്യായമാണ്. ഔറംഗസേബ് എന്ന ചക്രവർത്തിയുടെ അധ്യായം. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.